അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പാദവാർഷിക പരീക്ഷ 2ാം ക്ലാസ്സിലെ അഖീദയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, യോജിച്ചവ ചേർക്കാം. അതിൽ 6 ക്വസ്റ്റ്യനാണ് ഉള്ളത്. ഓരോന്നിനും 2 മാർക്ക് വീതം. ഒന്ന്, നമ്മുടെ റബ്ബ്. അതിൻ്റെ ആൻസർ ആ ബോക്സിലുണ്ട്. അത് എടുത്ത് നോക്കി ഒന്നാമത്തിന് ആൻസറായിട്ട് എഴുതാം. നമ്മുടെ റബ്ബ് അള്ളാഹു ആകുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആമിന ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ. 3, അബ്ദുല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ. 4, മക്കയിൽ. യോജിച്ചത് ആ ബോക്സിലുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. 40 വയസ്സായപ്പോൾ നമ്മുടെ നബിക്ക് നുബുവത്ത് കിട്ടി, നുബുവത്ത് ലഭിച്ചു. ഇനി അടുത്ത് പൂർത്തിയാക്കാം. ഇതിൻ്റെ ബാക്കി പൂർത്തിയാക്കി എഴുതാനുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 53 വയസ്സായപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഡാഷ് ഹിജ്റ പോയി. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 63 വയസ്സായപ്പോൾ മദീനയിൽ ഡാഷ് വഫാത്തായി. അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് ആരാണ്? മലക്കുകൾ. അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാവൂ. 3, ശരിക്ക് ശരി എന്ന് അടയാളപ്പെടുത്താനുള്ളതാണ്. അതിലൊന്ന്, മണ്ണിനാൽ പടക്കപ്പെട്ടവരാണ് ആര്? ജിന്നാണോ, മനുഷ്യരാണോ, മലക്കുകളാണോ? മണ്ണിനാൽ പടക്കപ്പെട്ടവർ മനുഷ്യരാണ്. അപ്പോൾ മനുഷ്യർ എന്നുള്ള കോളത്തിൽ ടിക്കിടുക, ശരിയിടുക. 2, മലക്കുകളിൽ പെട്ടവരാണ് ആദം അലൈഹിസ്സലാം, ഇദ്രീസ് അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഇതിലേതാണ് ശരി? ആദം നബിയും ഇദ്രീസ് നബിയും 2 നബിമാരാണ്. അപ്പോൾ ഇസ്രാഫീൽ അലൈഹിസ്സലാമാണ് ശരി. 3, നമുക്ക് കഴിക്കാൻ ഭക്ഷണം തരുന്നു. മലക്കുകളാണോ, അള്ളാഹുവാണോ, സർക്കാരാണോ? സർക്കാർ എന്ന് പറഞ്ഞാൽ കേരള സർക്കാരുണ്ട്, പിന്നെ കേന്ദ്ര സർക്കാർ, ഇന്ത്യ മൊത്തത്തിൽ ഭരിക്കുന്ന സർക്കാർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ അള്ളാഹു എന്നാണ്. അള്ളാഹുവാണ് നമുക്ക് കഴിക്കാൻ ഭക്ഷണം തരുന്നത്, മലക്കുകളല്ല, സർക്കാരുമല്ല. 4, ഉറക്കമോ ക്ഷീണമോ ഉണ്ടാകില്ല. ആർക്കാണ്? നബിമാർക്കാണോ, മനുഷ്യർക്കാണോ, മലക്കുകൾക്കാണോ? മലക്കുകൾക്കാണ് ഉറക്കമോ ക്ഷീണമോ ഇല്ലാത്തത്. മലക്കുകൾ എന്നുള്ളതിന് ടിക്ക് കൊടുക്കുക. 5, അള്ളാഹു നമുക്ക് കാണാൻ തന്നു. മൂക്കാണോ, കണ്ണാണോ, കൈയാണോ? കാണാൻ തന്നത്. കാണാൻ കണ്ണാണ് തന്നത്, അപ്പോൾ കണ്ണിന് നേരെ ശരിയിടാം. 4 ക്വസ്റ്റ്യൻ, വേർതിരിക്കാം. അതിൽ ബ്രാക്കറ്റിൽ മദ്രസ, മലക്ക്, പേന, പിശാജ്, ജിന്ന്, മനുഷ്യർ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നാം കാണുന്നവ, നാം കാണാത്തവ. അപ്പോൾ നാം കണ്ണുകൊണ്ട് കാണുന്നവക്ക് അതിന് നേരെ എഴുതുക, കണ്ണുകൊണ്ട് കാണാത്തതാണെങ്കിൽ അതിന് നേരെ എഴുതുക. അപ്പോൾ മദ്രസ നമുക്ക് കാണാൻ കഴിയും, അപ്പോൾ നാം കാണുന്നവ എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് മദ്രസ എഴുതുക. മലക്ക് നമുക്ക് കാണാൻ കഴിയുകയില്ല, അപ്പോൾ നാം കാണാത്തവ. 2ാമത്തെ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് നാം കാണാത്തവ, അവിടെ മലക്ക് എഴുതുക. പേന നമുക്ക് കാണാൻ കഴിയും, അപ്പോൾ മുകളിൽ എഴുതുക, നാം കാണുന്നവ എന്നുള്ള ആ കോളത്തിൽ എഴുതുക. പിശാജ് നാം കാണാത്തവയാണ്. ജിന്ന് അതിനെ നാം കാണാത്തവയാണ്. മനുഷ്യൻ അപ്പോൾ നാം കാണുന്നതാണ്. അപ്പോൾ ഏതാണോ നാം കാണുന്നത് അത് മുകളിൽ എഴുതുക, കാണാത്തവ താഴെ എഴുതുക. അപ്പോൾ അതിന് ആൻസർ 1ാമത്തേതിൽ മദ്രസ, പേന, മനുഷ്യൻ. നാം കാണാത്തവ മലക്ക്, പിശാജ്, ജിന്ന്, അതാണ് കാണാത്തവ. അടുത്തത് 5, ഉത്തരം എഴുതാം. സൃഷ്ടികളിൽ 3 വസ്തുക്കളുടെ പേര് എഴുതാം. ഏതെങ്കിലും 3 വസ്തുക്കളുടെ, കുറേ സൃഷ്ടികളുണ്ട്, അള്ളാഹു തആല പടച്ച കുറേ കാര്യങ്ങളുണ്ട്, അതിലേതെങ്കിലും 3 എഴുതാം. ഭൂമി, വെള്ളം, വായു, മനുഷ്യർ, ജിന്ന്, കുറേ വസ്തുക്കളുണ്ട്, അത് ഏതെങ്കിലും 3 എഴുതാം. അടുത്തത്, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് എന്താകുന്നു? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവർ ആരാണ്?
എപ്പോഴും വഴിപ്പെടുന്നവർ മലക്കുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ പൂരിപ്പിക്കാം. ആരാധനക്ക് ഡാഷ് മറ്റാരും ഇല്ല. അതിൻ്റെ ഇടയിൽ വിട്ടുപോയത് പൂരിപ്പിക്കാനുള്ളതാണ്. ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ. 2, അള്ളാഹു നമുക്ക് നടക്കാൻ ഡാഷ് തന്നു. നടക്കാൻ എന്താ തന്നത്? കാൽ. അടുത്തത് എല്ലാം കാണും അള്ളാഹു, എന്നും ഉള്ളവൻ അള്ളാഹു. അപ്പോൾ കാണും എന്നുള്ളതും ഉള്ളവൻ എന്നുള്ളതും അവിടെ പൂരിപ്പിച്ച് കൊടുക്കണം. പിന്നെ ഒന്നാമത്തിൽ എല്ലാം കാണും എന്നോ അല്ലെങ്കിൽ എല്ലാം കേൾക്കും എന്നോ എല്ലാം അറിയും എന്നോ എല്ലാം തന്നവൻ എന്നോ അതൊക്കെ പൂരിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഏത് എഴുതിയാലും ശരിയാണ്. ക്വസ്റ്റ്യനും ആൻസറൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.